പലപ്പോഴും നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? പലപ്പോഴും നിങ്ങളുടെ കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് തരിപ്പ് പോലെ അനുഭവപ്പെടുന്നുണ്ടോ? നടുവിൽ ശക്തമായിട്ടുള്ള വേദനയും അതുപോലെ തന്നെ നമുക്ക് കാല് തറയിൽ ഉറപ്പിക്കാൻ പറ്റാത്തതുപോലെയും നിൽക്കാനോ എന്തെങ്കിലും ജോലി ചെയ്യാനോ ബുദ്ധിമുട്ടുള്ളവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് പലപ്പോഴും നടുവേദന ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കിന് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പുറത്തേക്കുള്ള തള്ളലുകളായിരിക്കാം. ഒരു പക്ഷേ നടുവിടിച്ച് വീഴുകയോ എന്തെങ്കിലും ഭാരം എടുത്ത് പൊക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളുമ്പോൾ ആ ഭാഗത്ത് കാണുന്ന നെർവ്സിനെ സ്പൈനൽ സ്റ്റെനോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ കൊണ്ട് നാരോ, അതായത് ചെറുതാവുകയും ഈ പറയുന്ന നെർവുകളെ അല്ലെങ്കിൽ നാഡികളെ കൂടുതലായിട്ട് ഇറുക്കുമ്പോഴാണ് നമുക്ക് നടുവിൽ നിന്ന് കാലിലേക്ക് ശക്തമായിട്ടുള്ള തരിപ്പും വേദനയും അനുഭവപ്പെടുന്നത്. പലപ്പോഴും സയാറ്റിക്ക എന്നുള്ള അവസ്ഥയായിട്ടോ അല്ലെങ്കിൽ IVDP ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന അവസ്ഥയായിട്ടോ നമുക്ക് ഈ കണ്ടീഷനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നമ്മുടെ നട്ടലിനുണ്ടാവുന്ന തേയ്മാനം പോലുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഈ കാരണം ഉണ്ടാകാനുള്ള ഒരു റീസണാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത് എങ്ങനെ കണ്ടെത്താം? അതായത് ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ MRIയോ എക്സ്റേയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇതിനുള്ള പരിഹാര മാർഗം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അമിതമായിട്ട് വെയിറ്റ് എടുക്കുക, ഒരുപാട് നേരം വാഹനം ഓടിക്കുക അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഭാഗത്തൊക്കെ വീഴുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് പരമാവധി അവോയ്ഡ് ചെയ്യുക. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുവിൻ്റെ ഭാഗത്ത് എണ്ണ കെട്ടി നിർത്തിയിട്ടുള്ള കടിയോസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും കിഴികൾ പോലുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് മരുന്നുകളും ഉപയോഗിക്കാം, ഫിസിയോതെറാപ്പി ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ നടുവിനിടുന്ന ചില രീതിയിലുള്ള ബെൽറ്റുകൾ, അതായത് LS സപ്പോർട്ടായിട്ടുള്ള ബെൽറ്റുകൾ നമുക്ക് നടുവിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുന്നതും ഒക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും.